മലപ്പുറം ചോക്കാട് പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ നൽകുന്നത് മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ. വൈദ്യുതി പോകുന്നത് പതിവായതോടെ ഒരാഴ്ചയായി മൊബൈൽ ഫോൺ വെളിച്ചത്തിലാണ് ഡോക്ടർമാർ ചികിത്സ നൽകുന്നത്. കുട്ടികൾക്കുള്ള കുത്തിവയ്പ് നടത്തിയതും മൊബൈലിന്റെ വെളിച്ചത്തിലാണ്. കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ജനറേറ്റർ തകരാറിലായതാണ് കാരണം. കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഇവിടെ കറണ്ടില്ല. ചോക്കാട് ഹോസ്പിറ്റലിൽ കറണ്ടില്ല. അപ്പോൾ ജനറേറ്റർ വെച്ച് നോക്കുമ്പോൾ ജനറേറ്റർ കേടാണ് പറഞ്ഞു. അപ്പോൾ ഈ ആഴ്ച വന്നു. ഈ ആഴ്ച വന്നപ്പോഴും ജനറേറ്റർ കേടാണ്, കറണ്ടില്ല. മരുന്ന് നിത്യരോഗികൾക്ക് എങ്ങനെ ഇവിടെ മരുന്ന് കൊടുക്കണമെന്ന് വെച്ചാൽ നിത്യരോഗികൾക്ക് ഷീട്ട് കൊടുക്കണില്ല, എഴുതിങ്ങാണ്ട് ഷീട്ട് കൊടുക്കണില്ല. അത് കമ്പ്യൂട്ടറിലാണ്. ഈ കമ്പ്യൂട്ടറിൽ കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് മരുന്ന് ഏതാന്ന് അവർ കുടിക്കണമെന്ന് അറിയുള്ളൂ. അപ്പോൾ എന്നും മടങ്ങുകയാണ് ഇവിടെ. ഇപ്പം ഇന്ന് കുത്തിവെപ്പ് എടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അവിടെ ഇപ്പോൾ മൊബൈലിൻ്റെ വെളിച്ചത്തിലാണ് കുട്ടികൾക്ക് കുത്തിവെപ്പ് എടുക്കുന്നത്. അതിലെന്തെങ്കിലും സംഭവിച്ചാൽ വലിയ ഉത്തരവാദിത്തം പറയും. ജംഷീർ കൊടിഞ്ഞി നൽകും വിവരങ്ങൾ. ജംഷീർ, ഈ കറണ്ട് ഇല്ലാത്ത സമയത്ത് ഇരുട്ടിൽ നിന്ന് മരുന്ന് മാറിക്കൊടുത്തു പോയാൽ, കുത്തിവെപ്പ് മാറിക്കൊടുത്തു പോയാൽ, ചികിത്സാ പിഴവ് ഉണ്ടായാൽ, ആളുകളുടെ ജീവന് എന്തെങ്കിലും തരത്തിലുള്ള ഹാനി സംഭവിച്ചു കഴിഞ്ഞാൽ ആര് ഉത്തരവാദിത്തം പറയും? തീർച്ചയായിട്ടും നിഷേധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നല്ല കുടുംബാരോഗ്യ കേന്ദ്രം എന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഈ ചോക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം എന്ന് പറയുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ അധികൃതരുടെ അനാസ്ഥ മൂലം, അതായത് ഇവിടെ ലക്ഷങ്ങൾ മുടക്കിയൊരു ജനറേറ്റർ സ്ഥാപിച്ചിരുന്നു. എന്നാൽ അതിന് കൃത്യമായ മെയിൻ്റനൻസ് നൽകാത്തത് കാരണം ആ ജനറേറ്റർ തകരാറിലായി. ഇത് മലയോര മേഖല ആയതുകൊണ്ട് ഇടയ്ക്കിടെ കറണ്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ വൈത്തടസ്സം നേരിടുന്ന സമയത്ത് ഇതുപോലെ മൊബൈൽ വെളിച്ചത്തിലും മറ്റു വെളിച്ചത്തിലും ഒക്കെ ആയിരുന്നു ചികിത്സയും മറ്റുമൊക്കെ നടത്തുന്നത്. കാരണം ഇത് ഇ ഹെൽത്ത് സംവിധാനം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. എല്ലാ സംവിധാനങ്ങളും മരുന്ന് നൽകുന്നതും ലാബ് പരിശോധനയും ചികിത്സയൊക്കെ. അപ്പോൾ അതുകൊണ്ട് വൈദ്യുതി കൂടുതൽ സമയം മുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം തന്നെ ഓഫായി പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതോടുകൂടി പല ആളുകൾക്കും മരുന്ന് നൽകാൻ കഴിയാതെ പോവുകയും പിന്നീട് അവർ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കുട്ടികൾക്കുള്ള കുത്തിവയ്പ്പ് നടക്കേണ്ട ദിവസം. പക്ഷേ അവിടെ സമീപത്തെ ഒരു ഇലക്ട്രിക് പോസ്റ്റ്, അതായത് പെടേന്ത 40 സെന്റ് റോഡിലെ വൈദ്യുതി പോസ്റ്റിൽ ഇൻസിനേറ്റർ മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കറണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ സമയത്താണ് വലിയ തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒരു ദിവസം മുഴുവൻ മൊബൈൽ വെളിച്ചത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. കുട്ടികളുടെ കുത്തിവയ്പ്പ് നടക്കേണ്ടതായിരുന്നു. ഈ ഭാഗത്തേക്ക് ഒരു ബസ് മാത്രം സർവീസ് നടത്തുന്നത്. ആളുകൾ ഓട്ടോ വിളിച്ചും മറ്റൊക്കെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ വന്ന ആളുകൾ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം. കുട്ടികളുടെ കുത്തിവയ്പ്പ് എല്ലാ ബുധനാഴ്ചയും നടക്കുന്നതാണ്. അത് അറിഞ്ഞുകൊണ്ട് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തിയൊരു സാഹചര്യത്തിൽ ഡോക്ടർമാർക്ക് മറ്റു നിവൃത്തിയില്ലാതെ ജീവനക്കാർക്കും മൊബൈൽ വെളിച്ചത്തിൽ കുത്തിവയ്പ്പ് നടത്തി പോകേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അത് പഞ്ചായത്ത് അധികൃതർ ഈ KCB അധികൃതരെ കൃത്യമായി ഇവിടെ ജനറേറ്റർ ഇല്ല, അതുകൊണ്ട് വൈദ്യുതി മുടക്കം മറ്റൊരു ദിവസത്തേക്ക് വെക്കണമെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്നോ ആവശ്യപ്പെടാത്തതാണ് ഇത്തരത്തിൽ വൈദ്യുതി മുടങ്ങാനുണ്ടായ ഒരു സാഹചര്യം എന്നും കൂടി പറയുന്നുണ്ട്. ഇത് ഇന്നലത്തെ മാത്രം വിഷയമല്ല, ഇടയ്ക്കിടെ വൈദ്യുതി പോകുന്നൊരു സാഹചര്യമുണ്ട്. 2 ആഴ്ചയായി ഇത്തരത്തിലുള്ളൊരു ദുരിതം ഈ പ്രദേശത്തെ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായി ഈ ജനറേറ്റർ പുതുക്കി സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു താൽക്കാലിക ജനറേറ്റർ സ്ഥാപിച്ചുകൊണ്ട് ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്.